ഇടപ്പള്ളിത്തോടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറും ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനെത്തി. 3 തദ്ദേശ സ്ഥാപനങ്ങളെ സംയോജിപ്പിച്ച് ഏകോപിത സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി. കൊച്ചി കോർപ്പറേഷൻ അനുവദിച്ച 80 ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള ഇടപ്പള്ളിത്തോടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. മന്ത്രി പി രാജീവും മേയർ എം അനിൽകുമാറും സ്ഥലം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. കടമ്പ്രയാർ മുതൽ മുട്ടാർപ്പുഴ വരെ 10.5 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഇടപ്പള്ളിത്തോട്. കൊച്ചി കോർപ്പറേഷൻ, തൃക്കാക്കര, കളമശ്ശേരി നഗരസഭകൾ എന്നീ 3 തദ്ദേശ സ്ഥാപനങ്ങളിലൂടെയാണ് തോട് കടന്നുപോകുന്നത്. അടുത്ത വർഷം മുതൽ ഈ 3 തദ്ദേശ സ്ഥാപനങ്ങളെയും സംയോജിപ്പിച്ച് ഏകോപിത സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 3 നഗരസഭയും കൊച്ചി കോർപ്പറേഷനും 2 നഗരസഭകളുടെ ഏകോപനം, ഇറിഗേഷന്റെ മേൽനോട്ടവും കൂടി അടുത്ത വർഷത്തേക്ക് ഉറപ്പുവരുത്തണമെന്നാണ് കാണുന്നത്. അപ്പോൾ കുറെ കൂടി നല്ല രീതിയിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി അവരുടെ ഉത്തരവാദിത്വം കൂടി നിർവഹിക്കപ്പെട്ട് നന്നായി മാറ്റാൻ കഴിയും. ഇപ്പോൾ കോർപ്പറേഷൻ കുറേ ഭാഗം വൃത്തിയാക്കി കഴിഞ്ഞു, ബാക്കി ഭാഗങ്ങൾ ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഒരു 3-4 ദിവസം കൊണ്ട് നമുക്ക് തോടിന്റെ ഈ തടസ്സങ്ങൾ പരമാവധി ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ ഗുണമേന്മ നമ്മൾ തിരിച്ചും മറിച്ചും നോക്കി ഉറപ്പുവരുത്തും. മികച്ച ഗുണമേന്മയ്ക്കൊപ്പം നല്ല വിലക്കുറവും കൂടെ ആയാലോ? നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഗ്രോസറീസ് തുടങ്ങിയ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വൻ വിലക്കുറവാണുള്ളത്. നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പഠനോപകരണങ്ങളും സജ്ജമായി കഴിഞ്ഞു. അപ്പോൾ ഈ അവധിക്കാലം ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം